നടന്ന ദിവസം എത്ര മണിക്കാണ് നിങ്ങൾ കൈമൾ കൺസ്ട്രക്ഷൻസിന്റെ ഓഫീസിൽ എത്തിച്ചേർന്നത്? 4 മണിക്ക്. എത്ര മണിക്കാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? 3:30. എന്തിനാണ് നിങ്ങൾ അവിടെ പോയത്? ഒരു കേസ് ഡിസ്കസ് ചെയ്യാൻ. ആര് പറഞ്ഞ അനുസരിച്ചാണ്? മിസ്റ്റർ ശ്യാം പ്രകാശ്. എന്തിനെ കുറിച്ചുള്ള കേസാണ്? വ്യാജമരുന്ന് വിറ്റതിന്റെ. ആര് വിറ്റു? മിസ്റ്റർ കൈമൾ. മിസ്റ്റർ കൈമൾ വ്യാജമരുന്ന് വിറ്റു എന്നോ? കൈമൾ വിറ്റു എന്നതാണ് പോലീസ് കേസ്. ഏത് വകുപ്പ് പ്രകാരമാണ് ആ കേസ് ചാർജ് ചെയ്തിട്ടുള്ളത്? ആ കേസിന്റെ വാദം ഏത് ഘട്ടം വരെയായി? ഇതുവരെ എത്ര സാക്ഷികളെ വിസ്തരിച്ചു കഴിഞ്ഞു? തൊണ്ടിയായ സാധനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടോ? പ്രോസിക്യൂഷന്റെ പോയിന്റ്സ് എന്തൊക്കെയാണ്? IPC സെക്ഷൻ 274 അഡൾട്രേഷൻ ഓഫ് ഡ്രഗ്സ് ആണോ? IPC സെക്ഷൻ 275 സെയിൽ ഓഫ് അഡൾട്രേറ്റഡ് ഡ്രഗ്സ് ആണോ പ്രോസിക്യൂഷൻ പ്ലീഡ് ചെയ്തിരിക്കുന്നത്? യുവർ ഓണർ, ആ കേസിന്റെ ബേസിക് ഫാക്ട്സ് പോലും അറിയാത്ത മിസ്റ്റർ ഗോപാലകൃഷ്ണനെ ശ്യാം പ്രകാശ് തന്റെ കേസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി കൈമൾ കൺസ്ട്രക്ഷൻസിലേക്ക് അയച്ചു എന്ന് പറയുന്നത് തികച്ചും അവിശ്വസനീയമാണ്. യുവർ ഓണർ, ലെറ്റ് മീ കം ടു മൈ നെക്സ്റ്റ് പോയിന്റ്. മിസ്റ്റർ ഗോപാലകൃഷ്ണൻ അന്നേ ദിവസം ഒരു വിവാഹ നിശ്ചയത്തിൽ സംബന്ധിക്കാൻ ഓഫീസിൽ നിന്ന് നേരത്തെ പോകാൻ വേണ്ടി നിങ്ങളുടെ സീനിയറായ ശ്യാം പ്രകാശിനോട്, അതായത് എന്നോട്, നിങ്ങൾ അനുവാദം ചോദിച്ചിരുന്നോ?